ബ്രിൻഡിസിയിലെ വിശുദ്ധ ലോറൻസ് 1555 നേപ്പിൾസിലെ ബ്രിൻഡിസിയിലായിരുന്നു വിശുദ്ധ ലോറൻസിന്റെ ജനനം. ജൂലിയസ് സീസർ എന്നായിരുന്നു വിശുദ്ധന്റെ ആദ്യത്തെ നാമം. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം വിശുദ്ധൻ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്നു. വിശുദ്ധനെ അവിടെ വെച്ചാണ് ലോറൻസ് എന്ന പേര് ലഭിച്ചത്. വിവിധ ഭാഷകളിൽ വിശുദ്ധൻ പ്രാവീണ്യം നേടിയിരുന്നു. ഹീബ്രു, ജർമ്മൻ, ഗ്രീക്ക്, ബൊഹേമിയൻ, സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ നിപുണനായിരുന്നു. ബൈബിൾ ലിഖിതങ്ങളിൽ അഗാധമായ അറിവ് നേടിയിരുന്നു. വൈദിക പഠന സമയത്ത് തന്നെ വിശുദ്ധൻ നല്ല സുവിശേഷകൻ എന്ന പ്രസിദ്ധി നേടിയിരുന്നു. പഠനത്തിന് ശേഷം വടക്കൻ ഇറ്റലി മുഴുവൻ സുവിശേഷ പ്രഘോഷണം നടത്തി. ഒരു കപ്പൂച്ചിൻ ആശ്രമം സ്ഥാപിക്കുവാനുള്ള ദൗത്യവുമായി മാർപ്പാപ്പ അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് അയച്ചു. ജർമ്മനിയിലെത്തിയ വിശുദ്ധൻ ചക്രവർത്തിയുടെ ചാപ്ലയിനായി നിയമിതനായി. വിശുദ്ധന്റെ പരിശ്രമ ഫലമായി യൂറോപ്പിൽ ഒരു കത്തോലിക്ക സഖ്യം രൂപം കൊണ്ടു. ചക്രവർത്തി വിശുദ്ധനെ സ്പെയിനിലേക്ക് അയച്ചു. അവിടെ എത്തിയ വിശുദ്ധൻ മാഡ്രിഡിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. സ്പെയിനിനും സാവോയി രാജ്യത്തിനും ഇടയിലുണ്ടായിരുന്ന കുഴപ്പങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്കിടയിൽ സമാധാനം കൈവരുത്താൻ വിശുദ്ധന് സാധിച്ചു. ദരിദ്രരോടും രോഗികളോടും വിശുദ്ധൻ അപാരമായ അനുകമ്പ കാണിച്ചിരുന്നു. പിന്നീട് കപ്പൂച്ചിൻ മിനിസ്റ്റർ ജനറലായ വിശുദ്ധൻ തന്റെ സഭയിലെ എല്ലാ ആശ്രമങ്ങളിലും സന്ദർശനം നടത്തുകയും ഏതാണ്ട് 9000-ഓളം വരുന്ന സന്യാസിമാരെ കാര്യക്ഷമതയോടെ നയിക്കുകയും ചെയ്തിരുന്നു. സഭയുടെ കഷ്ടകാലങ്ങളിൽ സഭയെ സഹായിക്കുവാൻ ദൈവകടാക്ഷത്താൽ അയക്കപ്പെടുന്ന സവിശേഷമായ വ്യക്തിത്വങ്ങളിൽ ഉന്നതമായ സ്ഥാനം വിശുദ്ധനുണ്ട് എന്നായിരുന്നു ബെനഡിക്ട് 16 പാപ്പ വിശുദ്ധനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അവസാനം സ്പെയിനിലേക്ക് പുറപ്പെട്ട വിശുദ്ധൻ ലിസ്ബൺ പട്ടണത്തിൽ വെച്ച് രോഗബാധിതനായി മരണപ്പെട്ടു. സ്പെയിനിലെ വില്ല ഫ്രാങ്ക ഡെൽ ബീർസോയിലെ പുവർ ക്ലയേഴ്സ് ദേവാലയത്തിൽ അടക്കം ചെയ്തു. നമുക്കും വിശുദ്ധന്റെ പാത പിന്തുടരാം.